ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന നെറ്റ്വർക്കിൻ്റെ ബേസിക് ആയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ബേസിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിൽ ഒരു 4 ബെനിഫിറ്റാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഷെയറിംഗ് ഓഫ് എക്സ്പെൻസീവ് സോഫ്റ്റ്വെയർസ് ആൻഡ് ഡാറ്റാബേസ്. സോഫ്റ്റ്വെയർസുകൾ എന്താണ്, നമുക്ക് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സോഫ്റ്റ്വെയർസുകളൊക്കെ നമുക്ക് നെറ്റ്വർക്കുകളായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് ഷെയർ ചെയ്തിട്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാം. ഡാറ്റാബേസുകൾ, നമുക്ക് ഡാറ്റകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പ്രിൻ്റർ എങ്ങനെ ഷെയർ ചെയ്യാം, പ്രിൻ്റർ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രിൻ്റർ എങ്ങനെയാണ് നമുക്ക് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്കിൽ നമുക്ക് പ്രിൻ്റർ ഉപയോഗിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എൻ്റെ കയ്യിലൊരു PC ഉണ്ട്. എൻ്റെ ഓഫീസാണെന്ന് വിചാരിക്കാം. എൻ്റെ ഓഫീസിൽ വേറൊരു PC ഉണ്ട്. അങ്ങനെ മൊത്തം 4 PC ഉള്ള ഒരു ഓഫീസാണ് എൻ്റെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ മൊത്തം 4 PC ഉണ്ട്. അപ്പോൾ ഈ PCക്ക് നമുക്കിവിടെ PC1, ഇത് PC2, ഇതിന് നമുക്ക് PC3, ഇത് PC4. ഈ 4 PCകളെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വെക്കണം, സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസ് ആവശ്യമുണ്ട്. അങ്ങനെ ഈ 4 PCകളെയും സ്വിച്ചുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്കായി അല്ലേ, ഇതിന് നമുക്കൊരു നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ഇവിടെ ഒരു നെറ്റ്വർക്കായി. എനിക്കൊരു പ്രിൻ്റർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലൊരു പ്രിൻ്റർ ആവശ്യമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ 4 പേർക്കും പ്രിൻ്റർ വേണമെങ്കിൽ ഞാനൊരു പ്രിൻ്റർ മേടിച്ചിട്ട് ഈ PCയിൽ കണക്ട് ചെയ്യുന്നു. ഇവർക്ക് വേറൊരു പ്രിൻ്റർ മേടിച്ചു കൊടുക്കുന്നു, ഇവർക്കൊരു പ്രിൻ്റർ മേടിച്ചു കൊടുക്കുന്നു, ഇവർക്കും എന്ത് ചെയ്യുന്നു, ഒരു പ്രിൻ്റർ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എത്രയായി, മൊത്തം എൻ്റെ ഓഫീസിൽ 4 പ്രിൻ്റർ ആവശ്യമായിട്ട് വന്നു. 4 പ്രിൻ്റർ വന്നു. അതിന് പകരമായിട്ട് ഇത് പരസ്പരം കണക്റ്റഡ് ആണ് അല്ലേ, ഇതൊരു നെറ്റ്വർക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിൻ്റർ മേടിക്കും. ഇപ്പോൾ ഈ പ്രിൻ്ററിൻ്റെ ആവശ്യം ഇവിടെ അല്ല, ഈ പ്രിൻ്ററിൻ്റെ ആവശ്യം ഇവിടെ അല്ല, ഈ പ്രിൻ്ററിൻ്റെ ആവശ്യം ഇവിടെ അല്ല. മൊത്തം 4 പ്രിൻ്ററിൻ്റെ ആവശ്യമില്ല. 4 പ്രിൻ്ററിന് പകരം എന്ത് ചെയ്താൽ മതി, ഒറ്റ പ്രിൻ്റർ മേടിച്ചാൽ മതി. ഈ പ്രിൻ്റർ ഞാൻ എന്ത് ചെയ്യും, ഇത് പ്രിൻ്ററാണ്. ഈ പ്രിൻ്ററിനെ ഞാൻ നെറ്റ്വർക്കിലോട്ട് എന്ത് ചെയ്യും, നെറ്റ്വർക്കിലോട്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ നെറ്റ്വർക്കിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ ആ പ്രിൻ്റർ കോമൺ ആയിട്ട് എല്ലാ PCകൾക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ഇവർക്കെല്ലാം ആ പ്രിൻ്റർ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവർക്കെല്ലാം പ്രിൻ്റർ ഉപയോഗിച്ചാൽ ആര് പ്രിൻ്റ് കൊടുത്താലും ഈ ഒരു പ്രിൻ്ററിലൂടെ എന്ത് വരും, പ്രിൻ്റ് വരും. അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന നെറ്റ്വർക്ക് പ്രിൻ്റർ മേടിക്കാൻ കിട്ടും. നെറ്റ്വർക്ക് പ്രിൻ്റർ, ആ നെറ്റ്വർക്ക് പ്രിൻ്ററിന് എന്ത് ചെയ്യണം, എൻ്റെ സ്വിച്ചുമായിട്ട് ഞാൻ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എനിക്ക് ആ പ്രിൻ്റർ കോമൺ ആയിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രിൻ്ററുകളെ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി അടുത്ത പോയിന്റ് എന്താണ് എന്നുള്ളത് നോക്കാം. അടുത്തൊരു പോയിന്റ്, ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഓവർ ജിയോഗ്രഫിക്കലി വൈഡ് ഏരിയ. ദൂരെ ഇരിക്കുന്ന സിസ്റ്റങ്ങളിലോട്ടും നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഇൻഫർമേഷൻസ് കൈമാറാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു എന്തിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ള ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
നമുക്കിനി അടുത്ത സെക്ഷൻ, എന്തെല്ലാം കമ്പോണൻസുകളാണ് നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഒന്നാമതായിട്ട് വേണ്ടത് 2 2-ലധികമോ കമ്പ്യൂട്ടേഴ്സാണ്. അതാണ് 2 or more കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ വേണ്ടത്? പിന്നെ നമുക്ക് വേണ്ടത് അടുത്തൊരു ഇതാണ്, നമുക്ക് എന്ത് വേണം? കേബിൾ ആവശ്യമായിട്ട് വേണം. അടുത്തത് കേബിളാണ്. പിന്നെ അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഡിവൈസുകളെയും സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പോൾ കേബിൾ ഉപയോഗിച്ചിട്ട് എല്ലാ PC-കളിലും എന്തുണ്ടാവും? NIC പോർട്ട് ഉണ്ടാവും. ആ NIC പോർട്ടിൽ നിന്ന് കേബിൾ ഉപയോഗിച്ചിട്ട് വേണം സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. മൂന്നാമത് എന്താണ്? എല്ലാ PC-കൾക്കും എല്ലാ കമ്പ്യൂട്ടറുകൾക്കും എന്തുണ്ടായിരിക്കണം? ഞാൻ ഈ പറഞ്ഞ NIC പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ സെൻട്രലൈസ്ഡ് ഡിവൈസ് എന്ത് വേണം? സ്വിച്ച് വേണം. എല്ലാ കമ്പ്യൂട്ടറുകളിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അപ്പോൾ 2 2-ലധികമോ കമ്പ്യൂട്ടേഴ്സ് വേണം, കണക്ട് ചെയ്യാൻ കേബിൾ വേണം, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വേണം, സ്വിച്ച് വേണം, എല്ലാത്തിലും എന്ത് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഇത്രയും ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റ്, എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ടെന്നാണ്. ഈ എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് നെറ്റ്വർക്കിൻ്റെ വലുപ്പം അനുസരിച്ച്, അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്ക് സ്ഥിതി ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് ഭൂശാസ്ത്രപരമായിട്ട് അതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയുന്നത്. മൊത്തം 5 ടൈപ്പ് നെറ്റ്വർക്കാണുള്ളത്. ഒന്ന് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, രണ്ടാമത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മൂന്നാമത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, നാലാമത്തത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ നാലാമത്തെ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, അഞ്ചാമത്തത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ നെറ്റ്വർക്കിനെ നമ്മൾ 5 വിധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലുപ്പം അനുസരിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്തിനാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതും അതേപോലെ തന്നെ എത്ര ടൈപ്പ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ഈ 5 നെറ്റ്വർക്കുകളുടെയും കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.